വേറെ പിള്ളേർ ആരുടെയാണെങ്കിൽ നോക്കാം തോലാണ്ടുണ്ട്. രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ നിങ്ങൾ അറിഞ്ഞ അല്ല, അദ്ദേഹം പറഞ്ഞ് ഈ മുഖ്യമന്ത്രിയുടെ മുഖം കണ്ട് വലിയ പ്രശ്നമായിരിക്കുകയാണ്. അപ്പൊ ഈ പ്രശ്നം വെച്ചാൽ അവർക്ക് ഇപ്പൊ NH ഇറങ്ങി നടക്കാൻ പറ്റൂല, LDFന്റെ റോഡ്, MC റോഡിൽ ഇറങ്ങാൻ പറ്റൂല, മലയോര റോഡിൽ ഇറങ്ങാൻ പറ്റൂല, പിഴിഞ്ഞത്തൊട്ട് പോകാൻ പറ്റൂല, അവിടെ പിഴിഞ്ഞം ഹാർബർ. പിന്നെ ബസ് ഓടെയാണ്, അതില് LDF ഗവൺമെന്റിന്റെ ബസിന്റെ പരസ്യം, കിഫിയുടെ പരസ്യത്തിന്റെ കാര്യം നിങ്ങൾക്കെല്ലാം അറിയാലോ. എല്ലാവർക്കും പിന്നെ അത് നല്ല പ്രചരണം കൊടുക്കുന്നതിന് വേണ്ടി, അത് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞാനും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വെച്ചു. എന്റെ എത്ര മണിക്കൂറാണ് പോയിട്ടുള്ളത്, കൂലിയില്ലാത്ത ജോലി. പിന്നെ പാഠപുസ്തകം സ്കൂളിൽ പോകാന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും സ്കൂളിൽ വലിയ കുളക്കട്ട. രമേശ് ചെന്നിത്തല മണ്ഡലത്തിനും വലിയ സ്കൂൾ കെട്ടണം. അപ്പൊ അതുകൊണ്ട് ഇപ്പം പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് സീരിയൽ കാണാൻ വേണ്ടി ഇരിക്കുന്ന അവിടെ LDF ഗവൺമെന്റ്, അവിടെ LDF ഗവൺമെന്റ് നേട്ടം അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? PRD ഏതെങ്കിലും പത്രത്തെ ഒഴിവാക്കിക്കൊണ്ടുവരുന്ന ഒരു നടപടി സ്വീകരിക്കുന്നുണ്ടോ? എല്ലാവരുമായിട്ട് സൗഹാർദ്ദമായിട്ട് പോകും. പിന്നെ ഏത് ഗവൺമെന്റാണ് PRD എല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങളും പറയാത്തത്? ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ഗവൺമെന്റല്ലേ കേന്ദ്രം ഭരിച്ചത്. എന്തുമാത്രം പരസ്യമായിരുന്നു. KC വേണമെങ്കിൽ അടുക്കളയിൽ കയറി പോകുന്ന കണ്ടാത്തത് ആദ്യമായിട്ടാണ് കപ്പയെ കാണുന്നത്. എന്നിട്ട് ഒരു മത്തിയെടുത്ത് ഇങ്ങനെ നോക്കി നോക്കാം. ഈ കപ്പ ആദ്യമായിട്ടാണ് വേണമെങ്കിൽ കാണുന്നത്, അടുക്കള ആദ്യമായിട്ടാണ് വേണമെങ്കിൽ കാണുന്നത്, പിന്നെ മത്തി ആദ്യമായിട്ടാണ് വേണമെങ്കിൽ കാണുന്നത്. ഈ കപ്പയ്ക്കും അടുക്കളയ്ക്കും മത്തിക്കൊന്നും ഹോട്ടലിൽ ഒരു അയാൾ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. ഈ ഗിഗ് വർഗീസ് ഉണ്ടല്ലോ, ഒരു പാവപ്പെട്ട ഗിഗ് വർഗരെ വിളിച്ച് നിർത്തിയിട്ട് അയാൾക്ക് ഒരു പൈസ എല്ലാം കൊടുത്തിട്ട് അയാൾ സ്കൂട്ടറിന്റെ പുറകെ കയറി ഇരിക്കുന്നത്. ഗിഗ് വർഗീസിനെതിരായിട്ട് കർണാടകത്തിൽ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിന്. ഇവിടെ 20 കോടി രൂപയാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗിഗ് വർഗീസിന് ഞങ്ങളുടെ അന്ന് ലേബർ സെക്രട്ടറി ആയിരുന്നു ഡോക്ടർ വാസുകി. ഞങ്ങൾ ഒരു നിയമം നിർമ്മിച്ചു, അത് അസംബ്ലിയിൽ വന്നിട്ടില്ല. ഗിഗ് വർഗീസിന് ഒരു ഇപ്പം ബോയ്സ് ആൻഡ് ഗേൾസ് ധാരാളം ഉണ്ട്. അവർക്ക് പിന്നെ ഉച്ച സമയത്തൊക്കെ തങ്ങുന്നതിന് വേണ്ടി, വിശ്രമിക്കുന്നതിന് വേണ്ടി വിശ്രമ കേന്ദ്രത്തിൽ കെട്ടുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതൊന്നും ഇവര് തീരുമാനിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ ആരും പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ അടുക്കളയിൽ കയറി പിന്നെ കപ്പയും മത്തി നോക്കിയാൽ നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കാൻ വേണ്ടി പറ്റുമെന്ന് ആരോ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്.